4.5 പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്നു. LDFിൻ്റെ മേയർ ഇക്കുറി വന്നില്ല. പകരം BJPയുടെ മേയറാണ് അധികാരമേറ്റത്. ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥി VV രാജേഷ് 51 വോട്ടുകൾ നേടി വിജയിച്ച് മേയറായി ചുമതലയേറ്റു. ഈ മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും അവസാന നിമിഷം വരെ CPM ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നിരവധി കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവർ താങ്കളുടെ ഇഷ്ട ദൈവങ്ങളുടെ അല്ലെങ്കിൽ ഇഷ്ട ദേവതകളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചിലർ ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ചിലർ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ചിലർ തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ഇതെല്ലാം സംഭവിച്ചു. പക്ഷേ CPM പരാതി കൊടുത്തത് BJP കൗൺസിലർമാർക്ക് മാത്രം എതിരെ. ഇത് ഒരു പ്രത്യേകതരം രോഗമാണെന്ന് അറിയാമല്ലോ. ഈ BJP സിൻഡ്രോം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഒരു BJP പേടി അത് CPMകാർക്ക് ഇപ്പോൾ വളരെ കൂടുതലാണ്. ഊണിലും ഉറക്കത്തിലും അവർക്ക് ആ പേടിയുണ്ട്. BJP എന്ന് കേട്ടാൽ അവർ ഞെട്ടി ഉണരും. സ്വപ്നം കണ്ട് ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നത് പോലെ അവർ ഞെട്ടി ഉണരും ഉറക്കത്തിൽ പോലും. അതിന് കാരണം തിരുവനന്തപുരം നഗരസഭയിലേറ്റ കനത്ത തിരിച്ചടിയാണ്. 29 സീറ്റുകളിൽ എണ്ണം പറഞ്ഞ് ഒതുങ്ങേണ്ടി വന്നു CPMനും LDFനും. BJP ആകട്ടെ 50 സീറ്റുകൾ വിജയിച്ച് ഒരു സ്വതന്ത്രന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മേയർ സ്ഥാനം നേടുകയും ചെയ്തു. എന്തായാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. CPM ചെയ്തത് ഈ 20 കൗൺസിലർമാരുടെ വോട്ട് എണ്ണരുത്. കാരണം ഇവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരെ അസാധുവാക്കണം എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ള അറിവൊക്കെ CPMകാർക്ക് ഉണ്ടോ എന്തോ എനിക്കത് അറിയില്ല. CPMകാർക്ക് ഒരു പക്ഷേ അത് AKG സെന്ററിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയാണെന്നൊക്കെ ആയിരിക്കും അവർ ധരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു പരാതി കിട്ടിയ ഉടനെ ചാടിക്കേറി ഒരു ഉത്തരവിട്ടുകൊണ്ട് അതിനകത്ത് ഇടപെടാനൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കില്ല. അവർ അത് വേണ്ട വിധത്തിൽ പരിശോധിച്ച് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടും. ഇവിടെ BJP കൗൺസിലർമാർ മാത്രമല്ല ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും കൊടുത്തിരുന്നില്ല. ആ തരത്തിലുള്ള ഒരു ക്രമം പറഞ്ഞ് സത്യപ്രതിജ്ഞ ഇങ്ങനെ ആയിരിക്കണം എന്ന് പൊതുവെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ തദ്ദേശ സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചൊരു ക്രമം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കൊടുത്തില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതെന്ത് തന്നെ ആയാലും അതിൽ പാകപ്പിഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ജയിച്ചു വന്ന കൗൺസിലർമാർ അവർക്ക് വോട്ട് ചെയ്യാൻ, അവരുടെ വോട്ട് എണ്ണരുത്, അവരുടെ വോട്ട് അസാധുവാക്കണം എന്ന് പറയാൻ CPMന് ഒരു ഉളുപ്പുമില്ലായിരുന്നു എന്നുള്ളതാണ്. അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവ് സടകുടഞ്ഞ് എഴുന്നേറ്റു. കളക്ടറോട് ആവശ്യപ്പെട്ടു BJPയുടെ ഈ 20 കൗൺസിലർമാരുടെയും വോട്ടുകൾ എണ്ണരുത്, അസാധുവാക്കണം എന്ന്. കളക്ടർ അവിടെ ഒരു തീരുമാനമെടുത്തു. ഈ നിങ്ങളുടെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലാണ്. അതിലൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മറിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഇവർ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പിട്ട് കൗൺസിലറായി ചുമതലയേറ്റു. അങ്ങനെ ഒപ്പിട്ട് കൗൺസിലറായി ചുമതലയേറ്റു കഴിഞ്ഞാൽ അവരുടെ വോട്ട് അസാധുവാക്കാൻ നിയമപരമായി എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാതി സ്വീകരിക്കാൻ എനിക്ക് അതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ് കളക്ടർ ഒഴിഞ്ഞു. തുടർന്ന് കളക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതികളെ സമീപിക്കാം. അത് ഉചിതമായ കാര്യം. പരാതി ഉണ്ടെങ്കിൽ പോകട്ടെ, കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും അവസാന നിമിഷം വരെ BJPയെ മേയർ സ്ഥാനത്തേക്ക് BJPയുടെ കൗൺസിലർ ചുമതലയേറ്റു വരുന്നതിനെ തടയാൻ ആരെയും തലയും മുറുക്കി CPM രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതൊക്കെയാണെങ്കിലും BJPക്കാർ വളരെ സമചിത്തതയോടുകൂടി ഇത് നേരിട്ടു. ഇതിന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും കൊടുക്കാതെ വിഷയം കളക്ടർക്ക് വിട്ടുകൊണ്ട് അവർ വളരെ സംയമനം പാലിച്ചു. 51 വോട്ടുകൾ നേടി. പാറ്റൂർ M രാധാകൃഷ്ണൻ എന്ന കണ്ണമൂലയിൽ നിന്ന് വിജയിച്ച ഇടത് വിമതൻ, CPM വിമതൻ,
ആയ പത്രപ്രവർത്തകൻ കൂടിയായ പ്രസ് ക്ലബിന്റെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റും മുൻ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന പാറ്റൂർ എം രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണ നൽകി. കാരണം അദ്ദേഹം ഒരു വികസന രേഖ മുന്നോട്ട് വച്ചിരുന്നു, ഒരു വികസന പദ്ധതി, തന്റെ വാർഡിലെ വികസന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് 3 മുന്നണികൾക്കും അദ്ദേഹം അപേക്ഷ കൊടുത്തിരുന്നു. ഇത് ആര് സ്വീകരിക്കുന്നോ അവരെ ഞാൻ പിന്തുണയ്ക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. LDFും UDFും അതിനോട് പ്രതികരിച്ചില്ല. പക്ഷെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതിനോട് പ്രതികരിച്ചു. വളരെ കൃത്യമായിട്ട് ആ കാര്യം ഞങ്ങൾ അധികാരമേറ്റാൽ അത് നടപ്പാക്കും, അത് താങ്കൾ എണ്ണി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആ ക്രമമനുസരിച്ച് അത് നടപ്പാക്കും എന്ന ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ നൽകി. തുടർന്ന് M രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പിന്തുണ BJPക്ക് നൽകുകയും ചെയ്തു. എന്നാൽ പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച UDF സ്വതന്ത്രൻ ആരെയും പിന്തുണയ്ക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഇന്നലെ വരെ കേട്ട കഥ അദ്ദേഹവും BJPയെ പിന്തുണയ്ക്കും എന്നായിരുന്നു. എന്നാൽ അത് ഇന്ന് സംഭവിച്ചില്ല. പക്ഷെ അദ്ദേഹം ആരെയും പിന്തുണച്ചില്ല. LDFനെയും UDFനെയും ഒന്നും പിന്തുണച്ചില്ല. LDFന്റെ മേയർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇവരെ ആരെയും പിന്തുണച്ചില്ല. അദ്ദേഹം മാറി നിന്നു. അങ്ങനെ BJP കൗൺസിലർ പാർട്ടി ലീഡറായിട്ട് BJP തിരഞ്ഞെടുത്ത ശ്രീ VV രാജേഷ് മേയറായിട്ട് മത്സരിച്ച് ജയിച്ച് മേയറുടെ ചുമതല ഏറ്റിരിക്കുകയാണ്. ഇനി മറ്റു കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ കാണാം. VV രാജേഷ് മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെയും തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകളിൽ നിന്നും ജനവിധി തേടി എത്തിയിരിക്കുന്ന ജനപ്രതിനിധികളാണ്. വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഒരു സമൂഹം നമ്മളെല്ലാവരെയും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണത്തിന് വിജയകരമായി നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ആ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി അനുഭവസമ്പത്തും പരിചയസമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് 100 വാർഡുകളെയും 101 വാർഡുകൾ വരും 101 വാർഡുകളെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന, ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. മുൻ MLA-മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരുണ്ട്. ഇവരൊക്കെ തന്നെ അനുഭവ സമ്പത്തുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്ന 5 വർഷം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം 5 വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വികസനമെത്തുന്ന 3 നഗരങ്ങളിൽ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ 101 പേര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും
വളരെ വിജയകരമായി ഈ ജനാധിപത്യ പ്രക്രിയ 2-3 മാസമായി തുടങ്ങിയ ഈ പ്രക്രിയ പൂർത്തിയാക്കുവാൻ സഹായിച്ച മാധ്യമപ്രവർത്തകർ, ജനങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.